എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യാത്ര പതിവ് പോലെ ചൂരൽമലയിലേക്കായിരുന്നു. ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകത, കൂടെ ആതിഥേയവും ഉണ്ടായിരുന്നു. അവനായിരുന്നു ഇന്നത്തെ വീഡിയോ ചിത്രീകരണം മുഴുവനായും. ഇന്ന് ചൂരൽമല മേപ്പാടി റോഡിലൂടെയായിരുന്നു യാത്ര. യാത്രാ വിവരണങ്ങളും യാത്രാവിശേഷങ്ങളുമായി നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാകും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാതയുടെ വഴിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സാമഗ്രികളും വന്നിറങ്ങിയ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെയാണ് നമുക്ക് വയനാട് ആനക്കാംപൊയിൽ തുരങ്കപാത വരുന്നത്. അതിൻ്റെ സാധനങ്ങളാണ് ഈ എല്ലാ വണ്ടികളിലും കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെയാണ് നമുക്ക് തുരങ്കപാതയിലേക്കുള്ള പാത തുടങ്ങുന്നത്. പുറന്നങ്ങ് പോയി കഴിഞ്ഞാൽ 8 കിലോമീറ്ററോളം ദൂരപരിധിയിലാണ് ഈ തുരങ്കപാത വരുന്നത്. ഈ ഒരു പരിസരമാണ് ഇപ്പോൾ നമ്മൾ അരണമല ഭാഗമാണത്. അരണമല എന്ന് പറയും. ഒരുപാട് തോട്ടം മേഖലയായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളാണ് ഈ പ്രദേശത്തുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുന്നിലായി പോകുന്ന ഈ വണ്ടികളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ടൂറിസവുമായി ബന്ധപ്പെട്ട് കള്ളാടി ഗ്ലാസ് ബ്രിഡ്ജ്, അതേപോലെ അട്ടമലയിലെ ഗ്ലാസ് ബ്രിഡ്ജ്, അവിടത്തേക്ക് പോകുന്ന വണ്ടികളുടെ പോക്കാണ് നിങ്ങൾ ഈ വഴിയിലൂടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ വർക്ക് വളരെ എത്രയും പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള സഞ്ചാരം, അതേപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധ്യതകളാണ് ഇനി ഈ ഒരു നാടിന് കൂടുതൽ വികസനത്തിലേക്ക് എത്തിക്കാൻ കഴിയുക. ഒരുപാട് 2019 ജൂലൈ 30 നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായ നാട്ടിലൂടെയാണ് നമ്മൾ ആ നാട്ടിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര പോകുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒട്ടനവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട്. അതായത് ഒരു നാടിൻ്റെ ഭംഗി അറിയാനും ഒരു നാടിൻ്റെ ആ നാട്ടിലെ ആളുകളുടെ ജീവിത രീതികൾ അറിയാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു യാത്ര ഗുണം ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇനിയുള്ള പോക്ക്, ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കള്ളാടി 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകൾ ജീവിക്കുന്ന ഒരു ഇടത്തിലേക്കാണ് നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും. അതായത് വളരെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡിലൂടെ നമ്മൾ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന ഒരു എന്താ പറയുക, ഒന്ന് പ്രകൃതി രമണീയമായ ഒരു കാഴ്ച നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ റോഡ് വളരെ വൃത്തിയായിട്ട് ടാറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, അതേപോലെ തന്നെ നിങ്ങൾ ആ മലയിലേക്ക് നോക്കി നല്ല വ്യൂ ആയിട്ടുള്ളൊരു മല നമുക്ക് കാണാൻ കഴിയും. വളരെ എന്താ പറയുക, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു യാത്ര വളരെ മനോഹരമായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എത്തുന്നത് ഒരു മക്കാം, കള്ളാടി മക്കാം. നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് ഭാഗത്തേക്കാണ്. ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നതിൻ്റെ 900 നമ്മളെ കള്ളാടി എന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ കാണാൻ പറ്റുന്നവർക്ക് ഒട്ടനവധി വാഹനങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു പാലമാണ് ഇപ്പോൾ നമ്മൾ കണ്ട അവിടെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയയാണ്. നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത് നമ്മുടെ ചൂരൽമല പ്രദേശത്തേക്കാണ്. അപ്പോൾ ഒട്ടനവധി വാഹനങ്ങളും അതേപോലെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ അത്. അപ്പോൾ ഈ ഒരു ഭംഗി, അതായത് ഈ ഒരു പ്രദേശത്ത് കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭംഗി നിങ്ങൾ ആസ്വദിക്കുക. വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം, അതേപോലെ തന്നെ നല്ല ഓക്സിജൻ
നല്ല തണുത്ത കാറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണിത്. നല്ല ഇപ്പം ഈ വാഹനം ഓടിക്കുമ്പോൾ പോലും ഒരു ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണത്. പുറകിലായി ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആദിദേവാണ്. അവനും ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെയുണ്ട്. എല്ലാ ദിവസങ്ങളിലും സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ യാത്രകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവനും കൂടെ നേരത്തെ എണിച്ച് എൻ്റെ കൂടെ വരികയാണ്. അപ്പോൾ വീഡിയോ ഫുൾ ചിത്രീകരിക്കുന്നത് ആദിദേവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു വളവ് കഴിയുന്നതോടുകൂടെ നമ്മൾ കാശ്മീർ എന്നൊരു ഭാഗത്തേക്ക് തിരിയാൻ പോവാണ്. കാശ്മീർ. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മുടെ പോക്ക് പോകുന്നത്. ഈ ഒരു പ്രദേശത്തിനും ഒട്ടനവധി കഥകൾ പറയാനുണ്ട്. കാശ്മീർ ദ്വീപുകൾ, അതേപോലെ LP സ്കൂളുകൾ, അങ്ങനെ ഒരു കുറച്ച് ഭാഗം കൂടെ നമുക്ക് മുന്നോട്ട് കവർ ചെയ്യുന്നതോടുകൂടെ നമ്മൾ 2019 നമ്മളെ നടുക്കിയ ഒരു ദുരന്ത ഭൂമിയെ നമ്മൾ കാണാൻ കഴിയും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുന്നോട്ട് 1 കിലോമീറ്ററോളം പോകുന്നതോടുകൂടെ നമ്മൾ പിന്നെ വീണ്ടും ഒരു ദുരന്തം 2024 മുണ്ടക്കായെ നടുക്കിയ മുണ്ടക്കായ് ചൂരൽമല 10, 11, 12 വാർഡുകളെ നടക്കിയ ഒരു ദുരന്തവും ഈ ഒരു പ്രദേശത്തൂടെയാണ് നമ്മൾ കാണാൻ കഴിയുക. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇറങ്ങുന്നതോടുകൂടെ നമ്മൾ കാശ്മീരിലേക്കാണ് നമ്മളിപ്പോൾ എത്തിപ്പെടുന്നത്. കാശ്മീർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോടമഞ്ഞുകൾ കൊണ്ടാണ് ഈ ഒരു പ്രദേശം വൈകുന്നേരമായി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു ദിശ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല തേയിലച്ചെടികൾ, അതേപോലെ തന്നെ റോഡുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വളരെ ഈ ഒരു റോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വളരെ വളഞ്ഞ് പിരിഞ്ഞ് കിടക്കുന്ന റോഡായതുകൊണ്ട് നമുക്ക് അതിനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കാഴ്ചകൾ കണ്ടങ്ങനെ പോകാൻ പറ്റും. അപ്പോ എന്താ പറയാ, ഇവിടെ ഇതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഫോറസ്റ്റിന്റെ ക്വാർട്ടേഴ്സുകളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പൊ മുണ്ടക്കായ് ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നൊക്കെ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് കാശ്മീർ എന്ന് പറഞ്ഞൊരു ഭാഗമാണിത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഗവൺമെന്റ് LP സ്കൂള്, പുത്തുമലയിൽ ഉണ്ടായിരുന്ന LP സ്കൂൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടത് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇവിടെ വന്നു. അതേപോലെ ഒട്ടനവധി ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ എന്താ പറയാ, ഈ ഒരു പ്രദേശം നമ്മൾ മേപ്പാടിയിൽ നിന്ന് 13 കിലോമീറ്റർ ആണ് നമുക്ക് ചൂരൽമലയിലേക്ക് വരുന്നത്. അപ്പോ വരുന്നവർക്ക് ഏറ്റവും നമ്മൾ ഈ ടൗൺ പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ അവിടെ എപ്പോഴും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയറും അതേപോലെ തന്നെ നല്ല കാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു അതെല്ലാം. വീണ്ടും എന്താ വെച്ചാൽ ഓരോ വഴി ഇതിങ്ങനെ താണ്ടും തോറും നമുക്ക് അതിന്റെ ഫീലിങ്സ് അനുഭവിക്കാൻ പറ്റും ഈ ഒരു പ്രദേശത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ. അപ്പോ ഇതാണ് ഈ ഒരു ഭൂമി. നമ്മളിവിടെ എത്തുമ്പോൾ ഒരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ കൂടെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും. ഇവിടെയാണ് നമുക്ക് 2019 നമ്മളെ മുകളിൽ വെച്ച് നടന്ന ഒരു ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് പച്ചക്കാട് ഭാഗത്ത് ഉരുൾപൊട്ടിയതിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രാമവും ഇല്ലാതായി. ഇവിടെയൊന്നും ഒരു വർക്കും അവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം നമ്മളെ നെടുമ്പാല ഭാഗത്തേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഈ ഒരു പ്രദേശം നിങ്ങൾ നോക്കിയാൽ കാണാം. ഉദാഹരണം പറഞ്ഞാൽ ഇതിന്റെ ആ മുകളിലുള്ള മലല്ലേ, ആ മലേന്റെ അപ്പുറത്ത് ഇപ്പൊ അവിടെ ഇവിടുന്ന് നോക്കിയാൽ ശരിക്കും കാണാൻ പറ്റും നമുക്ക്. ഇവിടെ ഇനി ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിന്റെ ആ പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഒരു ചുവന്ന മണ്ണ് അവിടെ എപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് പുത്തുമല, അതായത് ഹൃദയഭൂമി, നമ്മുടെ മുണ്ടക്കായില് മൺമറഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഉള്ള ഒരു സ്ഥലം ഇവിടെയുണ്ട്. അവിടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ഒരു ഏരിയ ആണ് ഇവിടെ. അതിന്റെ ഒരു കുറച്ച് ഫോട്ടോ നിങ്ങൾക്ക് ഇതിന്റെ വലതുവശത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇതാണ് ആ ഒരു ഗ്രൗണ്ട്. അങ്ങോട്ട് നോക്കിയാൽ കാണാം. അത് ക്യാമറ ആ വശത്തേക്ക് തിരിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ആ ഭാഗത്താണ് നമുക്ക് അതിന്റെ ഒരു നല്ല കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണത്. ഇപ്പോൾ കുറഞ്ഞ 1-2 പാടികളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നാണ് നമുക്ക് ഉരുൾപൊട്ടിയിട്ട് ഇങ്ങോട്ട് ഒലിച്ചു വന്നത്.
പിന്നെ ഇവിടെയാണ് നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ടൂറിസത്തെ കുറച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് XML നൽകിയ കുറച്ച് ഭൂമിയുടെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഒരു പ്രദേശത്ത് ഊഞ്ഞാലുകളും അതേപോലെ തന്നെ സൈക്ലിങ് പോലുള്ള സാഹസിക വിനോദങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ റേസിംഗ് ബൈക്കുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം ഈ ഒരു ഭാഗത്തായിട്ട്. ഇപ്പോൾ അതേപോലെ ചെറുകിട കച്ചവടക്കാർ നമുക്ക് ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ടി മാർഗം കണ്ടെത്തിയ കുറച്ച് കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ പച്ചക്കാട് ഭാഗം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഏകദേശം നമുക്ക് ഇനി ഒരു കുറഞ്ഞ സമയം കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ബഗ്ഗി റൈഡ്. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, എന്തോ റൈഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ബഗ്ഗി റൈഡായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ ഒരു പ്രദേശം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഏരിയ, അതേപോലെ നമുക്ക് സൂചിപ്പാറ വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയ ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടാണ് നമ്മൾ, ആ വഴിയിലൂടെയാണ് നമ്മൾ പോവുക. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, നമ്മൾ ചൂരൽമല ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. എന്തായാലും നാട്ടിലേക്കുള്ള യാത്ര വിവരണമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണാമല്ലോ, അതിൻ്റെ വലതുവശത്തായിട്ട് നല്ല ചായ ചെടികൾ ഇങ്ങനെ കാണാം. അതേപോലെ അതിൻ്റെ ഈ ഒരു പ്രദേശം തന്നെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് XML എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു ഭാഗമാണിത്. ഈ ഒരു യാത്ര ഏകദേശം നമ്മൾ ചൂരൽമലയോടടുത്തു. നീലിക്കാപ്പ് എന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മളെ യാത്ര. നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. നമ്മുടെ ചൂരൽമല ടൗണ് ഫുള്ളായിട്ട് പോയപ്പോഴും നമുക്ക് ഒരു ടൗൺ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമായിരുന്നു. അവിടെ കുറഞ്ഞ കടകളുണ്ട്. ഒരു പ്രത്യേക സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആശ്രയമായിരുന്നു ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു കയറ്റം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചൂരൽമലയുടെ ഭാഗത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു പള്ളിയുണ്ട്, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെലഫോൺ എക്സ്ചേഞ്ചിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ചൂരൽമല ടൗണും കൂടെ ഒന്ന് കവർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ ചൂരൽമല ടൗണിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിസരം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബസ് വരുന്ന ഒരു ഭാഗം മുതൽ അങ്ങോട്ടുള്ള ഭാഗം, ഇപ്പോൾ ദാ ഈ കാണുന്ന ഏരിയകളൊക്കെ തന്നെ ചൂരൽമല ടൗണിൻ്റെ ഒരു ഭാഗമാണ്. ആ ടൗണ് പൂർണ്ണമായും നമ്മുടെ ഉരുളിൻ്റെ ആഘാതത്തിൽ നശിച്ചുപോയി. ഇപ്പോൾ 1-2 കടകളാണ് ആ പ്രദേശത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു ബെയിലി പാലവും ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ആ പരിസരത്ത് കാണാൻ കഴിയുന്നത്. ഒട്ടനവധി ആളുകൾ വന്ന് ആ പ്രദേശത്തെ കണ്ട് അതിൻ്റെ അവസ്ഥകളൊക്കെ കണ്ട് പഠിച്ചു പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചൂരൽമല ടൗണിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുന്നിൽ ഞാൻ ചെയ്ത വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ മനോഹാരിത കാണാൻ പറ്റും. ഇപ്പോൾ എങ്ങും ഒരു ശ്മശാന മൂകതയാണ്. 1-2 കടകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ ഇതാണ് പാർട്ടി ഓഫീസ്. അത് കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ നമ്മൾ ബെയിലി പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു മഹാശിവക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ശിവക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ കാണുന്ന ഭാഗം സ്കൂളിൻ്റെ ഭാഗമാണ്. തിരിച്ച് നമ്മൾ ഈ ഒരു നമ്മളെ ഇടതുവശത്തായിട്ട് ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ഇത് കാണാം, ഒരു വിളക്കൊക്കെ കത്തിക്കുന്ന ശിവൻ്റെ ഒരു ഭാഗമാണ് അവിടെ. അത് കഴിഞ്ഞ് തിരിഞ്ഞ് ആദിദേവനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അവനാണ് വീഡിയോ എല്ലാം എടുത്തത്.